ഇൻട്രോ എടുക്കാൻ പോലും സമ്മതിക്കാണ്ട് ബാക്കിൽ ഇരുന്ന് ഭയങ്കര സംസാരം ഉണ്ടാവും അവർ രണ്ടുപേരും കൂടിയിട്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞങ്ങൾ മീൻ പിടിക്കാൻ പോവാണ്. അതിന് ഫിഷ് ഫുഡാണ് ഇത് കേട്ടാ. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ബാക്കിൽ ചേട്ടൻ മേളം എന്തോ സ്പീക്കറിൽ വെച്ചേക്കണേ കേട്ടോ, അതിന്റെ സൗണ്ടും കൂടിയിട്ട്. ഞങ്ങൾ ഇന്ന് മീൻ പിടിക്കാൻ പോണേണ്. മീൻ കിട്ടോ ഇല്ലെന്നും അറിയാൻ പാടില്ല. ചേച്ചിയാണെങ്കിൽ എന്തോ പറ്റിയെന്ന് വിചാരിച്ചിട്ട് വന്ന് നോക്കുവാണേ. ഒരു വ്ലോഗ് എടുക്കാൻ സമ്മതിക്കൂല. പിന്നെ എങ്ങനെ ഞാനൊക്കെ ഒന്ന് നീണ്ട യുദ്ധത്തിനൊടുവിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിന്റെ അടുത്ത് തന്നെ കേട്ടോ മീൻ പിടിക്കുന്ന സ്പോട്ട് വന്നിട്ട്. കിട്ടും എന്തോന്ന് ചോദിച്ചപ്പോ തന്നെ അവൾ എനിക്ക് ഉറപ്പ് തന്നെ, പേടിക്കണ്ട ഒന്നും കിട്ടൂലെന്ന്. അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തി. ഇതാണ് കേട്ടോ ഞങ്ങൾ മീൻ പിടിക്കാൻ ഉദ്ദേശിച്ച സ്ഥലം. ഇതിന് ഞങ്ങൾ തെക്കേ അറ്റം, കോന്തുരുത്തി അറ്റം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. വേറെ പേര് എനിക്കറിയില്ല. അപ്പോൾ മീൻ പിടിക്കാൻ ആദ്യം നമുക്ക് എന്താ വേണ്ടത്? ഇത് ഈ സ്പോട്ടൊക്കെ വന്നിട്ട് കപ്പിൾ സ്പോട്ടാണ്. ഇത് ഇവിടെയൊക്കെ വന്നിട്ട് ഇവിടെ മഴ പൊടിയുന്നുണ്ട്. അങ്ങനെ ഞങ്ങളോട് മീൻ പിടിക്കാൻ വേണ്ടി വാവയും ചേച്ചിയും ചേട്ടനും കൂടി വന്നിട്ടുണ്ട്. ചേട്ടൻ ഇപ്പം തന്നെ പോകും, കാരണം അവരാക്കാൻ വേണ്ടി വന്നതാണേ. ഹായ് തുണ്ടു. ഞങ്ങൾ മാത്രമല്ല കേട്ടോ മീൻ പിടിക്കാൻ ഫാമിലി ആയിട്ട് വന്നേക്കുന്നത്. അപ്പുറത്തേക്കണ ചേട്ടനും ആ ചേട്ടൻ്റെ വൈഫും കൊച്ചൊക്കെ ആയിട്ടാണ് അവർ മീൻ പിടിക്കാൻ വന്നേക്കണേ. മീൻ പിടിക്കാൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്ഷമയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ അത് തീരെ അരികത്ത് കൂടെ പോയിട്ടില്ല. അങ്ങനെ എൻ്റെ നീണ്ട കാത്തിരിപ്പിന് ശേഷം എനിക്കൊരു കരിമീനെ കിട്ടിയേ. മീനെ പിടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അതിനെ കൊളുത്തി നൂരാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. മുള്ളു കൊള്ളുമോ എന്നുള്ള ഒരു പേടി. അപ്പോൾ അതേ അവനോട് പറയുവാണ്ട ഞാൻ അത് കൊളുത്തി നൂരിത്തരാൻ. എങ്ങനെയുണ്ട് മീൻ പിടിക്കുന്ന പോലെ അഭിനയിക്കുന്നതിൻ്റെ നാത്തൂൻ? ഇത് ഇവിടുത്തെ പാർക്കാണ്. കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല തിരക്കാവേ. അവിടെ ഫുട്ബോൾ കളിയും ഷട്ടിൽ കളിയും. ഇനി കുറച്ചെൻ്റെ ചേച്ചിയുടെ അഭ്യാസങ്ങൾ കാണാതെ ഒന്നുകൂടെ പൊക്കോ, ഒരു പ്രാവശ്യം കൂടെ. ചേച്ചിക്ക് അറിയാട്ടോ അതൊക്കെ ഇടന്നിട്ടാ ചെയ്യണ്ടേന്ന്, പക്ഷെ ആൾക്കാരൊക്കെ കണ്ട് ചിരിക്കുക. വാവക്ക് അവിടെ ചെന്നപ്പോ കൂട്ടുകാരൊക്കെ കിട്ടി. നല്ലൊരു ഹെവി മഴ വരുന്നുണ്ട്. അപ്പൊ ഞാൻ റെയിൻകോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഓടുക. ഇവരെൻ്റെ ഫോണൊക്കെ കൊണ്ടുപോയിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ അവിടെ മീൻ പിടിച്ചോണ്ടിരിക്കുവായിരുന്നേ. അപ്പൊ ഞാൻ ഇവരോട് പറയുക എനിക്ക് അടുത്ത കരിമീനേയും കിട്ടിയെന്ന്. നേരത്തെ പറഞ്ഞത് കേട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണേ എനിക്ക് ഒരു മീനേയും കൂടെ കിട്ടിയടിയെന്ന്. പിന്നെ എനിക്കൊരു മീനെ കിട്ടിയായിരുന്നു, പക്ഷെ അത് വായിലല്ല വാലിലാണ്. ഉണ്ടായിരുന്നില്ല, രണ്ടാമത്തെ കിട്ടിയില്ല. ഈ പ്രാവശ്യം വായിലല്ല വാലിലാണ് കുടുങ്ങിയേക്കുന്നത്. വാലില് ചുമ്മാ സൈഡില് കൊടുക്കേക്കണു. എങ്ങോട്ടാണോ പോണേ? ഗൈസ് സുമിക്ക് അടുത്തത് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. എനിക്കിന്ന് ചാകരയാണ്. എനിക്ക് പിന്നെയും മീൻ കിട്ടി. ആ സന്തോഷം കണ്ടോ ഗൈസ്? ആ മുഖത്തെ പ്രസന്നത കണ്ടോ ഗൈസ്? പേരറിയാണ്ട് കമന്റ് ബിലോ. ഇവൻ ആദ്യം ഒരു കൂരീനെ കിട്ടി. അവൻ അതിനെ മുറിച്ച് ഫുഡാക്കിയിട്ട് കൊഴുവയാണോ നന്ദനാണോ എന്ന് എനിക്കറിയില്ല, എന്തോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കമൻറ്റ് ചെയ്തേക്കേ. ഇപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വെള്ളത്തിലോട്ട് ചാടാൻ പോണെയാണെന്ന്. അല്ല, ഒരിക്കലും അല്ല, അത് കൈ കഴുകാൻ വേണ്ടിയിട്ടാണ്.
അതിൻ്റെ ഇടയിൽ ഇതെന്താണെന്ന് നോക്കിയപ്പോഴാണ് ആളിവിടെ ട്രയൽ ചെയ്യാൻ വേണ്ടി വന്നതാണേ. അങ്ങനെ ചേച്ചിയനിയത്തേക്ക് പോയി രാത്രിയായിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതലൊന്നും കിട്ടിയില്ല. കിട്ടിയതൊക്കെ ഇപ്പം കാണിച്ചു തരാം. ടണ്ടടാൻ, ഞങ്ങൾക്കിപ്പോൾ ഇത്രയും മീനാണ്ട കിട്ടിയത്. കിട്ടി ഞങ്ങൾക്ക്. ഇത്രയും മീൻ കിട്ടിയുള്ളൂ എന്നുള്ളൊരു സങ്കടമൊന്നും എനിക്കില്ല, ചെറിയൊരു വിഷമം. അപ്പം ഞാൻ നാളെ വരും എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിൽ ഇപ്പോൾ വീട്ടിലോട്ട് പോവുക. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോണ സമയത്താണ് കേട്ടോ അവൻ പറഞ്ഞത് 2 മുട്ട ബജിയും കൂടി കഴിച്ചിട്ട് പോയാലോ എന്ന്. പിന്നെ അവിടെ നിന്ന് മഴയും ചൂട് മുട്ട ബജിയൊക്കെ കഴിച്ച് വീട്ടിൽ പോയി. ഇന്നും നമ്മള് മീൻ പിടിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇട്ടൊക്കെ എന്താവോന്ന് അറിയില്ല. നല്ല അടിയൊക്കെ ഉണ്ട്, നോക്കാം. മതി. കരിമീൻ കിട്ടി. മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വന്നതുകൊണ്ട് വീട്ടിൽ നിന്നൊന്നും ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങളൊരു കടയിലോട്ട് പോവുക, ലേസോ ബിസ്ക്കറ്റോ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്നങ്ങനെ എനിക്ക് ഒരു മീനേയും കിട്ടിയില്ല കേട്ടോ. ഇന്ന് അവൻ്റെ ഡേ ആയിരുന്നു. അവന് കുറേ മീനൊക്കെ കിട്ടി, എനിക്കൊന്നും കിട്ടിയില്ല. മഴയൊക്കെ കൊണ്ട് നല്ല പനിക്കുള്ള കോളുണ്ട്, നല്ല തുമ്മലും ജലദോഷം പോലെയൊക്കെ ഉണ്ട്. ഇനി നാളെ ഇനി എന്താവോ എന്തോ അറിയില്ല. അപ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ ഇട്ടിട്ടുണ്ടായില്ല. അപ്പൊ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെ കുറച്ചു നേരം ഈ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ വണ്ടി പോണൊക്കെ കുറച്ചു നേരം നോക്കിയിരുന്ന് അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വീട്ടിൽ പോയി. ഇനി നാളെ കാണാവേ. നമുക്ക് ഇത്രയും മീനാണ് ഇട്ട കിട്ടേക്കണത് 2 ദിവസം കൊണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് വെട്ടി വറക്കാം ഇതിനെ. അപ്പൊ ഇന്ന് നമ്മുടെ ഡേ 3 ആണ് കേട്ടോ. നമുക്ക് ഇത്രയും മീനാണ്ടാ 2 ദിവസം കൊണ്ട് കിട്ടിയത്. ഇന്ന് ഇതിനെ ഞാൻ വെട്ടി ക്ലീൻ ആക്കി കറി വെക്കാൻ പോവാണേ. വെട്ടി ഏകദേശം പുളിവെള്ളത്തിലൊക്കെ ഇട്ട് ക്ലീൻ ആക്കണം. വലുതെടുത്ത് കാണിക്കോ? വലുത് ഏകദേശം ക്ലീൻ ആക്കി കേട്ടാ. നല്ലോണം പോയി. ചൂടുവെള്ളത്തിലിട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കിത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്തിട്ട് കാണാം. ഫുഡ് കഴിക്കേണ്ട സമയം ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇതേ ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പൊ അത് എങ്ങനെയുണ്ട് കരിമീൻ നമുക്ക് ചോദിക്കാം. ജെന്യുവനായിട്ടുള്ള റിവ്യൂ പറയണേ. ഫെബ്രുവരി ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ ഒക്കെ കേട്ടല്ലോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഫുഡ് കഴിക്കുവാണേ. ഇനി എന്റെ റിവ്യൂ കേൾക്കാം. അപ്പോ മീൻ പിടിച്ചിട്ട് അത് ചട്ടിയിലാക്കി ഫുഡ് അടിച്ചൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.